ജനങ്ങളുടെ സ്വൈര്യവിഹാരം അല്ലെങ്കിൽ ജനങ്ങൾക്ക് താമസിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റുക, അത് നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിൽ ഉള്ള ഭരണകർത്താക്കളുടെ കടമയാണ്. അതുകൊണ്ട് വനമന്ത്രി ഉത്തരം പറഞ്ഞേ മതിയാവും. അദ്ദേഹം ഇങ്ങനെ പാട്ടും പാടി നടന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം വനമന്ത്രി പാട്ടുപാടിയത് വലിയ വൈറലായിട്ടുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ചും ഈ കാടിനോട് ചേർന്ന് താമസിക്കുന്ന ജനങ്ങൾ ഭീതിയോടുകൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഇതിനുത്തരം പറയേണ്ട മന്ത്രി പാട്ടും പാടി നടക്കുന്നത്. അത് വലിയ വിമർശനങ്ങൾക്ക് തന്നെ ഇടയായിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ വലിയ പ്രതിഷേധം വ്യാപകമാകുമ്പോഴാണ് പാട്ടും പാടി ആഘോഷിച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. കോഴിക്കോട് നടന്ന ഫാഷൻ ഷോ പരിപാടിയിലാണ് മന്ത്രിയുടെ ആഘോഷം. ഫാഷൻ ഷോയുടെ ഉദ്ഘാടകനായിരുന്നു മന്ത്രി. കടുവയുടെ ആക്രമണം കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടും മന്ത്രി ഇതുവരെ സ്ഥലത്ത് എത്താതിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇവിടെ പങ്കെടുത്ത് പാട്ടുപാടിയത്. അതിലേക്ക് പോകാം. चुप चुप चलने में क्या राग है, क्यों चुप ना सके परमात्मा, मेरी आत्मा की आवाज़ है, जरा सामने तो आओ चलिए, चुप चुप चलने में क्या राग है, क्यों चुप ना सके परमात्मा, मेरी आत्मा की आवाज़, प्रेम की है आग सजनी जो इधर लगे और उधर सजे, तेरी पीती पे बड़ा हम नाज है, मेरी सर का तू हीरा तर ताज है, क्यों चुप ना सके परमात्मा, मेरी आत्मा की ये आवाज़ है, ला 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 ला. കടുവ ആളെ കടിച്ചു കൊല്ലുമ്പോഴാണ് മന്ത്രി ലാലലല്ല പാടുന്നത്. കഷ്ടമാണ് മന്ത്രിയുടെ കാര്യം. ജനങ്ങളുടെ ജീവന് പോലും വിലയില്ല. മുൻപ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായപ്പോഴും മന്ത്രി പറഞ്ഞതാണ് താൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്ന എന്തിനാണ്? ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി? ഈ മന്ത്രിയെ മാറ്റുകയേ വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു. NCPക്കാർ പറഞ്ഞു മന്ത്രിയെ മാറ്റി പുതിയ ആളെ വെക്കാം. മുഖ്യമന്ത്രി സമ്മതിക്കുന്നുമില്ല. ശരി, എന്തായാലും ഇന്ന് വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ, എ കെ ശശീന്ദ്രൻ അവിടേക്ക് ചെല്ലുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്കുള്ള സാഹചര്യമൊക്കെ തന്നെ കാണുന്നുണ്ട്.